ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഉള്ളടക്കമായ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക എന്ന 1789 ഫ്രഞ്ച് വിപ്ലവം മുതൽ ലോകത്ത് ബൂർഷ്വാസി തന്നെ മുന്നോട്ടേക്ക് വെച്ച ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജന്മിത്വത്തിൽ നിന്നുള്ള മോചനം കൂടിയാണ് എന്ന കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ടേക്ക് വെച്ചത്. ഞാനിതിങ്ങനെ പറയാൻ കാരണം ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വർഗം എന്ന നിലയിൽ ജന്മി വർഗമുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ ഒരു വർഗം ഇല്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിൽ സിനിമയിലും നാടകത്തിലുമൊക്കെയാണ് ജന്മി അവശേഷിക്കുന്നത്. ഒരു സാമ്പത്തിക വർഗം എന്ന നിലയിൽ ഇന്ത്യയിൽ ജന്മിത്വം ഇല്ലാത്ത ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം കേരളം മാത്രമാണ്. ഇങ്ങനെ ഒരവസ്ഥ വരാൻ കാരണം മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ, അതായത് 47 ആഗസ്റ്റ് 15 മുമ്പും 47 ആഗസ്റ്റ് 15 ശേഷവും കേരളം കൈകാര്യം ചെയ്ത ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യാനന്തര കാലത്തിൻ്റെയും മുദ്രാവാക്യങ്ങളിൽ ഉൾച്ചേർന്ന, പ്രത്യേകിച്ച് VMSൻ്റെ സംഭാവന തന്നെയാണതിൽ, ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥക്കെതിരായ ജനകീയ പോരാട്ടവും നിയമയുദ്ധവും രണ്ടും ചേർന്നതാണ്. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് രൂപപ്പെട്ടു വന്നപ്പോൾ അവിടെയാണ് നിയമയുദ്ധത്തിന് സാധ്യത രൂപപ്പെട്ടു വന്നത്. മദ്രാസ് അസംബ്ലിയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും അന്നും VMS പറഞ്ഞിരുന്നത് മൗലികമായ മാറ്റം എന്ന് പറയുന്നത് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ അന്ത്യം, ആ ഒരു തരത്തിലേക്ക് കേരളത്തെ നയിക്കണമെന്ന്, കേരളം എന്ന് പറഞ്ഞാൽ ഐക്യ കേരളം വരുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് നയിക്കണമെന്നാണ് നമ്മുടെ ധാരണ. അത് രൂഢമൂലമായിട്ട് കേരളത്തിലുള്ളതുപോലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ ഈ പശ്ചാത്തലത്തിലാണ് ലോക ചരിത്രത്തിലാദ്യമായി പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി, നമ്മളിപ്പോൾ പറയുമ്പോൾ അത്ര ശ്രദ്ധിക്കേണ്ടതില്ലെങ്കിലും വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, പൊതുസമ്മതിയോടെ ലോക ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് രൂപീകരിച്ച് അധികാരത്തിൽ വരുന്ന ആദ്യത്തെ ഭൂതലം ലോകത്ത് കേരളമാണ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത.